ഇത്രയും ടേസ്റ്റുള്ള കുക്കർ മത്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചാലില്ലെങ്കിലൊന്ന് ഈ റെസിപ്പി മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണണേ. അതിനായിട്ട് നമ്മൾ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നെയ്യുള്ള മത്തിയാണ്. മത്തി നന്നെങ്കിലേ നല്ല കറിയുമായി കിട്ടുമേ. പിന്നെ അതിനാവശ്യമായ കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതായത് ചെറിയ ഉള്ളി. അത് 10 15 ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, കഷ്ണം ഇഞ്ചി, ഒറ്റൊരു തക്കാളി. ഇതിന് കൂടുതൽ മസാലപ്പൊടികളൊന്നും വേണ്ടേ. മത്തിയൊക്കെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമുക്കിത് ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ നല്ല കറക്റ്റ് അളവിൽ കിട്ടും. നന്ന പൊടിഞ്ഞ് പോവുകയും ചെയ്യില്ല, നല്ല ആവശ്യത്തിന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാധാരണ നമ്മൾ മത്തിക്കറി, മത്തി മുളകിട്ടത്, മത്തി പൊരിച്ചതല്ലേ ഉണ്ടാക്കാറ്. ഇതൊരു തീരെ മെനക്കേടില്ലാത്തൊരു പണിയാണ് ഇത്. ഒരു കുക്കർ വേണമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കറിയിലിടുന്ന സാധനം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ രുചി വേറെ തന്നെയാണ്. ഒരേ ഒരു വിസിൽ മതി. എത്രയും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയായത്. മത്തി മുറിച്ച് കഴുകേണ്ട ഒരു പണിയെ കാര്യമായിട്ടുണ്ടാവും. ബാക്കിയെല്ലാം തന്നെ ഇങ്ങനെ എല്ലാം തന്നെ ഒന്നിച്ച് ചതച്ചെടുത്താൽ മതി. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. പിന്നെ ദോശൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അധികം പുളിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് മത്തി കൂട്ടാത്തവർ പോലും ഈ കറി ഉണ്ടാക്കിയാൽ എന്തായാലും കൂട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. സമയലാഭവും ടേസ്റ്റുള്ള കറിയും എല്ലാം കൂട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെല്ലാം മടിയുള്ള സമയത്ത് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കറി കാട്ടിക്കൂട്ടി ഒപ്പിക്കും. ഇതാവുമ്പോൾ ഈ ഒരു കറി മതി. തേങ്ങ അരച്ചതും മുളകിട്ടതും പൊരിച്ചതും എല്ലാത്തിനും പകരം വെക്കാൻ ഈ ഒറ്റൊരു കറി മതിയേ. ഇത് മുഴുവനായി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യമൊന്നും ഞാൻ കുക്കർ മത്തി ഉണ്ടാക്കാറില്ലായിരുന്നു. ഒരിക്കലും ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കാരണം വീണ്ടും വീണ്ടും പലതവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ കരുതും ഇത് മത്തി കുക്കറിലിട്ട് കഴിഞ്ഞാൽ ആകെ ഉടഞ്ഞു പോവില്ലേ എന്നാണ് കരുതൽ. മീനല്ലേ, അത് പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല എന്നെല്ലാം ഞാൻ കരുതാറ്. പിന്നീട് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് ഒട്ടും ഉടയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുളകിടുമ്പോൾ തേങ്ങ അരച്ച് കറി വെക്കുമ്പോഴെല്ലാം ഉടഞ്ഞു പോക്ക്. ഒരേ ഒരു വിസിലല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുക്കർ വെച്ച് അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഒരിക്കൽ ഇത് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു. അത് എനിക്ക് അത്ര ടേസ്റ്റായി കിട്ടിയിട്ടില്ല. എന്തോ വെളിച്ചെണ്ണേൻ്റെ രുചിയും കൂടി ചേർന്നപ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടാവുക. ആവശ്യത്തിൽ കൂടുതൽ മസാലപ്പൊടിയൊന്നും ഇതിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി അങ്ങനെ ചേർക്കുന്നില്ലേ. അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ എല്ലാം അരിഞ്ഞിട്ടത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കണേ. നല്ലവണ്ണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. നല്ല വെളിച്ചെണ്ണയുടെയും കൊച്ചുള്ളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം നല്ല വാസന വരുന്നുണ്ട്. അങ്ങനെ എല്ലാം നന്നായി ഇളക്കിയ ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. നമുക്കിവിടെ ആർക്കും എരിവ് വേണ്ട. എരിവ് വേണ്ടുന്നവർ എരിവുള്ള മുളക് ഉപയോഗിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റും ലൈക്കും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത്, ഉപ്പ് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതിന് പുളി കുറച്ച് കുറവാണ് ചേർക്കുന്നത്. പുളി കൂടിപ്പോയാൽ കുക്കർ മത്തിയുടെ ടേസ്റ്റ് എന്തായാലും മാറും. പിന്നെ നമ്മൾ സാധാരണ മുളകിട്ടത് പോലെ തന്നെ ആവും. മുളകിട്ടതിൽ ഉപ്പ് കൂടിപ്പോയിന് നമുക്ക് പുളി ചേർത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. ഇതത് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റായിട്ട് ഉപ്പ് നോക്കിയിട്ട് തന്നെ ഇടണം. അങ്ങനെ തക്കാളി കൂടി ഇട്ട് വഴറ്റിക്കൊടുത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ, എല്ലാ മസാലേൻ്റെയും പച്ചമണം നന്നായി മാറുന്നത് വരെ വഴറ്റണേ. നമ്മൾ കുക്കർ മത്തിയായാലും ഇനി തേങ്ങ അരച്ച് മത്തിക്കറിയോ മറ്റുള്ള കറിയോ എന്ത് വെക്കുമ്പോഴെല്ലാം അതിൻ്റേതായ കറക്റ്റ് അളവിൽ എല്ലാ സാധനവും ഉണ്ടായിരിക്കണം. വെറുതെ മത്തി വാങ്ങി എങ്ങനെയെങ്കിലും കൂട്ടി ഒപ്പിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. കഴിക്കുന്നെങ്കിൽ നല്ല വൃത്തിയിൽ നല്ല രുചിയോടെ കഴിക്കണം, അതാണ് എനിക്കിഷ്ടം. ഇനി മീനെല്ലാം കിട്ടി എനിക്ക് വയ്യ എങ്കിൽ ഞാനൊന്നും ചെയ്യാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും.
മടിയോട് കൂടിയിട്ട് ഒരു പണിയും ഞാൻ എടുക്കില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. ഇഷ്ടമില്ലെങ്കിൽ ആരും കൂട്ടുകയും ചെയ്യില്ല കറിയൊന്നും. വെറുതെ എന്തിനാന്ന് മീൻ വാങ്ങിയൊരു പൈസ കളയുന്നു. അപ്പോൾ എല്ലാം നന്നായി വഴറ്റി വന്നപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയെല്ലാം ചേർത്ത് പിന്നെ അതിലേക്ക് മത്തിയും കൂടി നിരത്തി വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ കറിവേപ്പിലയും കൂടി വെച്ച് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പുളി അധികം പറ്റേ ചെയ്യൂല. പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നിർബന്ധമായിട്ട് ചേർക്കേണ്ടതാണ്. അങ്ങനെ എല്ലാ മസാലപ്പൊടിയെല്ലാം ചേർത്ത് നന്നായി ഒന്നും കൂടി വഴറ്റി മീനും കറിവേപ്പിലയും എല്ലാം ഞാൻ പറഞ്ഞതുപോലെ നിരത്തി വെച്ചിട്ട് കുക്കർ മൂടി വെക്കുക. ഒരു വിസിലടിച്ച ശേഷം ഓഫാക്കി വെക്കുക. പിന്നെ കുക്കറിൻ്റെ എയറെല്ലാം നന്നായി പോയി കഴിഞ്ഞാൽ മാത്രം തുറക്കുക. തുറക്കുമ്പോൾ തന്നെ നല്ല വാസനയായിരിക്കും. കുരുമുളകിൻ്റെയും പച്ച വെളിച്ചെണ്ണയുടെയും നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കുക്കർ മത്തി കൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം നല്ല ഹാപ്പിയായി ഭക്ഷണം കഴിച്ചു. വേറൊന്നും ഉണ്ടായിട്ടില്ല. വറവും ഇല്ല, പൊരിച്ചതും ഇല്ല, തേങ്ങ അരച്ചതില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ മത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല രുചിയുണ്ടെങ്കിൽ മാത്രം എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇത് മത്തി കൊണ്ട് മാത്രമല്ലേ, അയില വെച്ചിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അത് എനിക്ക് പറയാൻ മറന്നു പോയതാണ്. ഈ കുക്കർ മത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എല്ലാവരും കുക്കറിൽ മത്തി മാത്രമേ വെക്കാൻ പറ്റുമെന്നൊന്നും കരുതുകയേ ചെയ്യണ്ടേ. അയില ഇതുപോലെ വെച്ചിട്ട് പൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പറാണേ. ഇനി മത്തിയില്ലെങ്കിൽ അയിലിനെ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളിയാണ്. ഞാൻ ചെമ്മീൻ വെച്ചിട്ടും കൂന്തൽ വെച്ചിട്ടും എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏത് മീൻ കിട്ടിയാലും ഇങ്ങനെ കുക്കറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂന്തൽ പിന്നെ 2-3 വിസിലടിക്കണം. കൂന്തലിന് പിന്നെ കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് 1, 2, 3 വിസിലടിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒറ്റൊരു വിസിൽ മതി. അടുത്ത വീഡിയോ നമ്മളത് ഇത്രയേ ഉള്ളൂ. പിന്നെ നാളെ വരാം. ടാറ്റാ, ബൈ ബൈ.